എല്ലാവർക്കും നമസ്തേ. സാക്ഷി TV തയ്യാറാക്കുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ ലഹരി ഒരു വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നു. ലഹരി ഉപയോഗം കുട്ടികളുടെ ശാരീരിക, മാനസിക, സാമൂഹിക ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വീഡിയോയിൽ ലഹരി ഉപയോഗിക്കുമ്പോൾ ഉള്ള ലക്ഷണങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, എങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്നിവ ഒരു മനഃശാസ്ത്രപരമായി നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. അതിലൊന്നാമതേതായിട്ട് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഇപ്പം ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമേ തന്നെ അവരുടെ പെരുമാറ്റങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടുക, ഒറ്റയ്ക്കിരിക്കാനുള്ള പ്രവണത കാണിക്കുക, അവരുടെ പ്രവർത്തികളിലും സ്വഭാവങ്ങളിലുമൊക്കെ ചില നിഗൂഢതകൾ, ചില രഹസ്യങ്ങൾ ഉണ്ടാവുക. പിന്നെ നല്ല രീതിയിൽ പഠിച്ചു വന്ന കുട്ടി പെട്ടെന്ന് തന്നെ പഠന കാര്യങ്ങളിൽ പിന്നാക്കം പോവുക, മാർക്ക് കുറയുക, ഗ്രേഡ് കുറയുക. ടീച്ചേഴ്സ്, അധ്യാപകർ കുട്ടിയെക്കുറിച്ച്, അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നേരത്തെ നിന്നതിൽ നിന്നും വ്യത്യസ്തമായി അവൻ്റെ പഠനത്തിലുള്ള പിന്നാക്കം പോക്കലിനെ കുറിച്ചൊക്കെ രക്ഷിതാവിനോട് പരാതി പറയുക. പിന്നെ അവൻ്റെ കണ്ണുകൾ മിക്കപ്പോഴും നല്ല ചുവന്നിരിക്കുക, എപ്പോഴും ഒരു ക്ഷീണമോ തളർച്ചയോ, പിന്നെ അവൻ്റെ ഭാരത്തിൽ മുമ്പത്തേക്കാൾ പെട്ടെന്നുള്ള കുറവുകൾ അനുഭവപ്പെടുക. മൂന്നാമതായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞ് പണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. വീട്ടിൽ തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണാതെ പോകുക. അത് ഈ കുട്ടി പണത്തിനായിട്ട് ചിലപ്പോൾ ഈ വിലയേറിയ സാധനങ്ങൾ അടിച്ചു മാറ്റി വിൽക്കുന്നതാണ്. അത് ചിലപ്പോൾ ചെറിയ മോതിരങ്ങളാകാം, പിന്നെ അമ്മയുടെ പേഴ്സിലുള്ള പണമാകാം, അല്ലെങ്കിൽ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്നുള്ള പണമാകാം. ഇങ്ങനെയൊക്കെ വീട്ടിലെ വിലയേറിയ സാധനങ്ങളുടെ പെട്ടെന്നുള്ള പ്രത്യക്ഷമാകൽ. പിന്നെ വീട്ടിലൊക്കെ ബന്ധുക്കൾ വന്നാലും ഒന്നും അവരെ അഭിമുഖീകരിക്കാൻ ഇവർ തയ്യാറാകാതിരിക്കുക. പൊതുവെ പൊതു ഇടങ്ങളിൽ നിന്ന്, ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ നിന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് വിവാഹങ്ങൾ അല്ലെങ്കിൽ ഈ ഗൃഹപ്രവേശനം പോലുള്ള ചടങ്ങുകളിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പോകുമ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വിദഗ്ധൻ്റെ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ അറിവുള്ള ഒരാളുടെ സഹായം തീർച്ചയായിട്ടും നിങ്ങൾ തേടേണ്ടതുണ്ട്. ഇപ്പം എന്തുകൊണ്ടാണ് കുട്ടികളിങ്ങനെ ഈ ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്നത്? എന്തൊക്കെ കാരണങ്ങളാണ്? അതിൽ പ്രധാനപ്പെട്ടത് പഠനത്തിലുള്ള സമ്മർദ്ദമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലെ സമ്മർദ്ദമായിരിക്കാം, സാമൂഹികമായ സമ്മർദ്ദങ്ങളായിരിക്കും. പലപ്പോഴും പല കുട്ടികളുമായിട്ട്, പഠിക്കുന്ന കുട്ടികളുമായിട്ട് ഇവനെ അല്ലെങ്കിൽ ഇവളെ താരതമ്യം ചെയ്ത് സംസാരിക്കുക. പിന്നെ പ്രതീക്ഷിച്ച കണക്ക് ഒരു ഗ്രേഡിലേക്ക് എത്താൻ കുട്ടിക്ക് കഴിയാതെ വരുമ്പോൾ മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് താൻ എത്തുന്നില്ല എന്നുള്ള തോന്നൽ, പെർഫോമൻസ് ആങ്സൈറ്റി എന്നൊക്കെ പറയും. അതിലുള്ള സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ ഈ ലഹരിയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ വളരെ പ്രധാനം എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിനേക്കാൾ ഉപരി
കൂടുതൽ സമയം കുട്ടികൾ ചിലവാക്കുന്നത് അവരുടെ സമപ്രായക്കാരായിട്ടുള്ള പിയർ ഗ്രൂപ്പിലുള്ള കുട്ടികളുമായിട്ടാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ സമപ്രായക്കാർ മാത്രമല്ല, അതിലും വയസ്സ് കൂടിയ ആളുകൾ, ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുമായിട്ട് ബന്ധത്തിൽ വരുമ്പോഴത്തേക്കും അതിൽ മുതിർന്ന കുട്ടികളുമായിട്ടും ഇടപഴകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ കുട്ടികൾ ഉപയോഗിക്കുന്ന ആളുകൾ മറ്റു കുട്ടികളെ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് പ്രഷറൈസ് ചെയ്ത് അവരെ സമ്മർദ്ദത്തിലാഴ്ത്തി അതിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടും കാണുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർ ഇത് ഉപയോഗിച്ച് കാണുമ്പോൾ ഉള്ള ഒരു ജിജ്ഞാസ, ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം, അതും ഈ ലഹരിയിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകമാണ്. ഏറ്റവും കൂടുതൽ കാണുന്നത് കുടുംബത്തിൽ ഛിദ്രതയുള്ള അല്ലെങ്കിൽ കുടുംബത്തിൽ ഐക്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ ഫാമിലിയിലുള്ള കുട്ടികൾ ഇതിലേക്ക് പോകുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ മാനസികവും ശാരീരികവുമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ, പ്രത്യേകിച്ച് സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, ആത്മവിശ്വാസത്തിലുള്ള കുറവ്, ഡിപ്രഷൻ, വിഷാദരോഗം, ഇവയൊക്കെ ഈ മയക്കുമരുന്നിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലേക്ക് കുട്ടികളെ നയിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ഈ ലഹരി ഉപയോഗം കൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്തത് സംസാരിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ഇത് പറയേണ്ടുന്നത് ഇതിൻ്റെ ശാരീരികമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ശ്വാസകോശ രോഗങ്ങൾക്ക് പിടിപെടാനുള്ള സാധ്യത ലഹരി ഉപയോഗിക്കുന്നവരിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നു. ഇനി മാനസികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ പറയുകയാണെങ്കിൽ ആങ്സൈറ്റി, ഉത്കണ്ഠ, പിന്നെ വിഷാദം, ഡിപ്രഷൻ, പിന്നെ ഒരു കാര്യത്തിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ, സ്ഥിരതയില്ലായ്മയൊക്കെ ഈ ഉപയോഗം കൊണ്ടുള്ള പ്രത്യാഘാതങ്ങളാണ്. ഇനി സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുക, സ്കൂളിലെ പ്രകടനം, പ്രത്യേകിച്ചും പഠനകാര്യങ്ങളിലുള്ള പിന്നാക്കാവസ്ഥ, ഇതെല്ലാം ഇതിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങളാണ്. ഇനി ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ലഹരി ഈ മസ്തിഷ്കത്തിലെ ഡോപ്പമിൻ്റെ ഉൽപാദനത്തെ തകരാറിലാക്കുന്നു. നമ്മൾക്ക് ആനന്ദം നൽകുന്ന ഹാപ്പി ഹോർമോണിൽ പെടുന്നതാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഉൽപാദനത്തെ, ആ സിസ്റ്റത്തെയാണ് ലഹരി ഉപയോഗം പ്രധാനമായിട്ടും സ്വാധീനിക്കുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഈ ലഹരി ഉപയോഗത്തെ പ്രതിരോധിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും അത്യാവശ്യമെന്ന് പറയുന്നത് കുട്ടികളിൽ ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവരിൽ ഒരു ബോധം ഉണ്ടാക്കുക, ഇതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരവബോധം. അതിന് ബോധവൽക്കരണ പരിപാടികളും ക്ലാസ്സുകളും മറ്റുമൊക്കെ സഹായിക്കും. സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ലഹരി വിരുദ്ധ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയും അതിൻ്റെ ദൂഷ്യങ്ങളുള്ള അല്ലെങ്കിൽ ദൂഷ്യത്തിൽ പെട്ടവരെ പരിചയപ്പെടുത്തുക, അതിൽ നിന്ന് മോചനം നേടിയവരുമായിട്ട് സംവാദത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ഇതിൻ്റെ പ്രതിരോധ മാർഗങ്ങളിൽ പെടുന്നതാണ്. അതിലൊക്കെ ഉപരിയായിട്ട് ഇന്ന് കുട്ടികൾക്ക് കളിയിടങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളത് വലിയൊരു ഘടകമായിട്ട് തന്നെ അവശേഷിക്കും. കുട്ടികളിലുള്ള എനർജി, ഊർജം, അത് ഗുണാത്മകമായിട്ട് പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ, ഓട്ടം, ചാട്ടം, ഗെയിമുകൾ, ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും നീന്തലായാലും അതേപോലെ തന്നെ ബോക്സിങ്, ചെസ്സ്, അങ്ങനെയുള്ള ഇൻഡോർ ഗെയിമുകളായാലും ഇങ്ങനെയുള്ള മനസ്സിന് സന്തോഷം നൽകുന്ന പ്രവർത്തികളിലേക്ക്, ആക്ടിവിറ്റികളിലേക്ക് അവരെ നയിക്കേണ്ടത് സ്കൂളിലും വീട്ടിലും അത്യാവശ്യമാണ്. പിന്നെ സ്കൂളിൽ കൗൺസിലേഴ്സ് ഉണ്ട്. കൗൺസിലിങ്ങും മെൻറ്ററിങ്ങും ഒക്കെ ഈ ലഹരി ഉപയോഗത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നതിൽ സഹായിക്കും എന്നുള്ളതാണ്. ഇനി രക്ഷിതാക്കൾ ഈ
ഇങ്ങനെയുള്ള കുട്ടികളോട് എങ്ങനെ സംവദിക്കണം, അല്ലെങ്കിൽ അവരുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികളിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള പെരുമാറ്റ വ്യതിയാനങ്ങൾ കാണുമ്പോൾ, പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങൾ കാണുമ്പോൾ അത് ശ്രദ്ധിക്കുകയും ഉടനെ തന്നെ ആവശ്യമായ സപ്പോർട്ടുകൾ, അത് ഈ മേഖലയിൽപ്പെട്ട മാനസിക ആരോഗ്യ മേഖലയിൽപ്പെട്ട വ്യക്തികളെ, വിദഗ്ധരായിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നതിനും ഇതിൽ നിന്നും എത്രയും വേഗം മോചനം നേടുന്നതിനുള്ള മാർഗങ്ങൾ അന്വേഷിക്കണം. വീട്ടിൽ തന്നെ ഈ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ഒരു സംവാദമാകാം, പരസ്പര സംഭാഷണമാകാം, ഉള്ളു തുറന്നുള്ള സംസാരമാകാം. ഒരു തുറന്ന സംഭാഷണം ഉണ്ടാവണം, ഓപ്പൺ ഡിസ്കഷൻ ഉണ്ടാവണം. അത് കണക്ക് തന്നെ ഈ അഥവാ ഒരു അബദ്ധത്തിൽ ഒരു കുട്ടി അങ്ങനെ ഒരു ഉപയോഗിക്കുന്നതായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവനെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നതിന് പകരം ക്ഷമയോടെയും സപ്പോർട്ടോടുകൂടി, പിന്തുണയോടുകൂടി നിന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ബോധം അവനുണ്ടാക്കി കൊടുക്കുക എന്നാണ്. നമ്മൾ പണ്ടുതൊട്ടേ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ അവരനുസരിച്ചില്ല എന്നിരിക്കും, പക്ഷെ നിങ്ങളുടെ പ്രവൃത്തി അവർ അനുകരിക്കും. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഇത്തരം ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കണം, അവർക്ക് മാതൃകയാകണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കണം. അധ്യാപകരോട് പറയാനുള്ളത്, ഓരോ കുട്ടികളെ ഇന്നത്തെ കാലത്ത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാറിയിരിക്കുന്നു അധ്യാപകന്മാരുടേത് എന്നുള്ളത് തുറന്ന് സമ്മതിച്ചേ മതിയാവും. അപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയും അതിന് വേണ്ടുന്ന നേരത്തെ പറഞ്ഞ പോലുള്ള കൗൺസിലിങ്, മെൻറ്ററിങ് പോലെയുള്ള സപ്പോർട്ടീവായിട്ടുള്ള, അവരെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. പിന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ തിരിച്ചറിയുകയും അവരെ ശാസിക്കുന്നതിനും ശിക്ഷിക്കുന്നതിനും പകരം, ഭീഷണിപ്പെടുത്തുന്നതിന് പകരം അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള വിദഗ്ധരുടെ സഹായം തേടുക. പിന്നെ സ്കൂളുകളിലും ക്ലാസ്സുകളിലും ലഹരി വിരുദ്ധ പരിപാടികൾ സംഘടിപ്പിക്കുക, അതിൽ അവരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുക മുതലായിട്ടുള്ള പരിപാടികളിൽ നമ്മളൊരു വാക്ക് നൽകുമ്പോൾ കുറച്ചെങ്കിലും അത് ചെയ്യാൻ നമ്മൾ പ്രേരിതരാകും. ഈ സമൂഹത്തിനും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. സമൂഹവും ഇതുപോലെ ലഹരിക്ക് എതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ, പ്രത്യേക പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണം. കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരു പരിസ്ഥിതി, അതിന് ഗവൺമെൻറ്റിനും ഫോഴ്സിനും, പോലീസ് സേനയ്ക്കും മറ്റും ഒരുപാട്, എക്സൈസ് പോലുള്ള സംവിധാനത്തിനുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ്റേതായിട്ട്. അതുപോലെ നിയമനിർമ്മാണങ്ങളിലൂടെ ഇത്തരം ലഹരി വസ്തുക്കൾ വിൽക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ എടുക്കുന്നതിന് ഉള്ള തൻ്റെ ഇടം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ലഹരിക്ക് അടിമപ്പെട്ടവരെ ഒരു സഹിഷ്ണുതയോടെ കാണുന്നതിനും അവർക്ക് മാനസികവും ശാരീരികവും സാമൂഹികവുമായ എല്ലാത്തരം സപ്പോർട്ടുകൾ, സഹായങ്ങളും നൽകുന്നതിന് സമൂഹം ശ്രദ്ധിക്കണം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇതിനെതിരെയുള്ള ബോധം ഉണ്ടാവട്ടെ, ഉൾക്കാഴ്ച ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.